2022 ഡിസംബറിലാണ് എനിക്കിങ്ങനൊരു അസുഖം വന്നതെന്ന് ഞാൻ അറിയുന്നത്. സോ ഡിസംബർ 2022 ഞാൻ സിൻറ്റനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒ പിയിൽ ഫസ്റ്റ് വരുമ്പം ഒരു ഒരു ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ്, ഒരു വലിയൊരു അസുഖമായിട്ടാണ് സിൻറ്റ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഞാനാണെങ്കിൽ ഇതൊന്നും പറ്റില്ല 100%. സിൻറ്റയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ഭയങ്കര പോസിറ്റീവാണ്. ആസ് എ സർജൻ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ മാറും. എപ്പോഴും ആകുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും നമ്മൾ സ്ട്രോങ് ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഓൾവേസ് ഒരു ചെയർഫുൾ, എപ്പോഴും ഒരു കോൺഫിഡൻസ് കൊണ്ടായിരുന്നു എല്ലാ ഡിഫിക്കൽട്ടീസ്, എല്ലാ ഹേർഡിൽസ് ഫേസ് ചെയ്ത്. ആൻഡ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ നടുവിൽ സിൻറ്റ എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഇത് ആരാണ് ചെയ്തത്. അപ്പോൾ ഞാനെപ്പോഴും വളരെ പ്രൗഡായിട്ട് പറയാറുണ്ട് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നൊരു പേഷ്യൻ്റ്. നമസ്കാരം, ഞാൻ സിൻഡ സൈമൺ, കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. 2022 ഡിസംബറിലാണ് എനിക്കിങ്ങനൊരു അസുഖം വന്നതെന്ന് ഞാൻ അറിയുന്നത്. അന്നോട്ട് ഇന്ന് വരെ ഞാനെല്ലാം വളരെ പോസിറ്റീവായി നേരിട്ടു. ഇതിന് എനിക്ക് സഹായമായത് എൻ്റെ പപ്പയും അമ്മയും പിന്നെ ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സുമാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എനിക്ക് ഇവിടെ തന്നെ തോന്നിയത്. ശ്രീരാജ് സാറായാലും അരുൺ സാറായാലും മറ്റെല്ലാവരും ആയാലും നമ്മളിങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഒരിക്കലും തളരരുത്. നമ്മുടെ മനക്കരുത്ത് കൊണ്ട് അതിനെ നേരിടണം. നമ്മൾ ഇടവേളകളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ തന്നെ ഇപ്പോൾ പിയാനോ വായിക്കും. പപ്പ എനിക്ക് അസുഖത്തിൻ്റെ സമയത്ത് ഒരു പിയാനോ വാങ്ങി തന്നായിരുന്നു. ഞാനിങ്ങനെ ഡൗൺ ആവാതിരിക്കാൻ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം നമ്മൾ ഫാമിലിക്ക് ഭാരമാവുമോ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. ഞാൻ ചിത്രം വരക്കും, പുസ്തകം വായിക്കും. അങ്ങനെ എൻ്റെ ഒഴിവ് സമയമൊക്കെ വളരെ ഫലപ്രദമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു അസുഖം വന്നതുകൊണ്ട് അങ്ങനെയായിരുന്നു ഞാൻ ഇതൊക്കെ നേരിട്ടത്. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സ്കൂളിൽ പോയി തുടങ്ങി. 10th എക്സാം എഴുതി നല്ല റിസൾട്ടോടെ ഞാൻ പാസ്സായി. അതിൻ്റെ സന്തോഷത്തിനാണ് ഇപ്പോൾ ഉള്ളത്. സോ സിൻറ്റ നമ്മളെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ഒരു ചെയർഫുൾ, ഫാമിലീൻ്റെ കൂടെ എപ്പോഴും ആകുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും നമ്മൾ സ്ട്രോങ് ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഓൾവേസ് ഒരു ചെയർഫുൾ, എപ്പോഴും ഒരു കോൺഫിഡൻസ് കൊണ്ടായിരുന്നു എല്ലാ ഡിഫിക്കൽട്ടീസ്, എല്ലാ ഹേർഡിൽസ് ഫേസ് ചെയ്ത്. സോ നമ്മളും റൗണ്ട്സ് എടുക്കുമ്പോൾ നമ്മൾക്കും ഒരു ഹാപ്പി ആയിരുന്നു. യെസ്, സിൻറ്റ ജി വന്നിട്ടുണ്ട്, നമ്മളൊന്ന് കാണാം. ആൻഡ് നമ്മളും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൾവേസ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു വരുന്നത്. ആൻഡ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ നടുവിൽ സിൻറ്റ എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പോർട്രേറ്റ് വരച്ചിട്ട് സ്വന്തമായിട്ട്, അതും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നടുവിൽ. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ ഒ പിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഇത് ആരാണ് ചെയ്തത്. അപ്പോൾ ഞാനെപ്പോഴും വളരെ പ്രൗഡായിട്ട് പറയാറുണ്ട് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരുന്നത്. ബട്ട് അതിൻ്റെ നടുവിൽ തന്നെ ഇങ്ങനത്തെ ഒരു വളരെ തോട്ട്ഫുൾ ആൻഡ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി പേഷ്യൻസിനോടും പറയാറുണ്ട് ഇത് നോക്കിയിട്ട് എവറിത്തിങ് ഈസ് പോസിബിൾ, യു ക്യാൻ കണ്ടിന്യൂ യുവർ ഹോബീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും യു ക്യാൻ കണ്ടിന്യൂ വിത്ത് എ ഗുഡ് ഹാപ്പി ലൈഫ്. ഇപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് സിൻറ്റേൻ്റെ വളരെ എക്സലൻറ്റ് റിസൾട്ട്സ്, അതും ഒരു ഷോർട്ട് ടൈമിൽ പഠിച്ചിട്ട് ഞാനാണെങ്കിൽ ഇതൊന്നും പറ്റില്ല 100%. എനിക്ക് ഓർമ്മയുണ്ട് ചെറിയ പ്രായത്തിൽ. ബട്ട് ഒരു എല്ലാത്തിലും A+ കിട്ടിയിട്ട് ഒരു വളരെ എക്സലൻറ്റ് അച്ചീവ്മെൻ്റ് ആണ്. എൻ്റെ ഒരു 10 times ബെറ്റർ അച്ചീവ്മെൻ്റ് ആണ്. ബിക്കോസ് ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയൊരു വിജയം കിട്ടുന്ന ഓൾവേസ് ഒരു ഹെർക്യുലിയൻ ടാസ്ക്കാണ്. സോ സിൻറ്റ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ എന്നെ ആവാനാണ് ഒരു പ്ലാൻ. സോ എൻ്റെ എല്ലാ ബ്ലെസ്സിങ്സ് ആൻഡ് ഐ എം 100% കോൺഫിഡൻറ്റ് സിൻറ്റ ഒരു ഫ്യൂച്ചറിൽ ഒരു എക്സലൻറ്റ് ആൻഡ് ഒരു തോട്ട്ഫുൾ ഡോക്ടറായിട്ട് വരും. ആൻഡ് നമ്മൾ എല്ലാ എൻ്റെ സൈഡിൽ നിന്നുള്ള ബ്ലെസ്സിങ്സും കൺഗ്രാജുലേഷൻസ് ഞാൻ പറയുന്നു. സോ ഡിസംബർ 2022 സിൻറ്റ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, സിൻറ്റ ഒ പിയിലേക്ക് വരുന്നത്. അപ്പോൾ സിൻറ്റ വരുമ്പം ഒരു ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ്, ഒരു വലിയ അസുഖമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം സിൻറ്റനെ നമുക്ക് കാണുമ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വലിയ നീണ്ട ഒരു ചികിത്സയാണ്. ഒരു 6 to 8 months എടുക്കുന്ന ഒരു ചികിത്സ. അതിൽ കീമോയും സർജറിയും ഒക്കെ വേണ്ടിയിരുന്നൊരു ചികിത്സയാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും നമുക്ക് സിൻറ്റനെ കാണുമ്പോഴേ മനസ്സിലാവും, സിൻറ്റയുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്കം എന്തായാലും നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആസ് എ സർജനും നമ്മൾ ഭയങ്കര റിലീവ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞൊരു ഡിഫിക്കൽട്ട് സർജറിയാണ്, അത് അതിൻ്റെ റീഹാബും ഒക്കെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ, പലപ്പോഴും ഇത് പിള്ളേരെ ബാധിക്കുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം ഒരു കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. ഒരു മുതിർന്നൊരു ആളിൽ വരുന്നേക്കാളിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ സിൻറ്റ ഈ പറഞ്ഞ പോലെ സിൻറ്റയോട് സംസാരിക്കുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അറിയാം, നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിൻറ്റയ്ക്ക് അത് കറക്റ്റായിട്ട് അറിയാം. ഈവൻ സർജറി കഴിഞ്ഞിട്ടും റീഹാബ് ഫേസും എല്ലാം, നടത്തിക്കലും ഫിസിയോയും എല്ലാം ഒരു ഡിഫിക്കൽട്ട് ആണ്. ബേസിക്കലി ഈ അസുഖം വലിയ അസുഖമാണ്, സർജറി വലിയ സർജറിയാണ്. അപ്പോൾ അത് എല്ലാം മറികടക്കുമെന്ന് നമുക്ക് സർജറിക്ക് മുന്നേ അറിയാം. എന്ന് വെച്ചാൽ സിൻറ്റയോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം സിൻറ്റയുടെ ആ ഒരു കോൺഫിഡൻസും. അതുകൊണ്ട് ആ സർജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ഇതിൽ നമ്മൾ ഭയങ്കര റിലീവ്ഡ് ആയിരുന്നു, എന്തായാലും നല്ലൊരു ഔട്ട്കം ഉണ്ടാവുമെന്ന്. പിന്നെ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ തന്നെ സിൻറ്റ ഒരു മൾട്ടി ടാലൻറ്റഡ് ഒരു പേഴ്സണാലിറ്റിയാണ്. നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് കഥ എഴുതും, പോയട്രി, നന്നായിട്ട് പോയം എഴുതും. അപ്പം ഈ ഫുൾ A+ കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സർപ്രൈസ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഹർ ഫോർ ഗെറ്റിംഗ് ഓൾ A+. അപ്പം ഫ്യൂച്ചറിലും വലിയ വലിയ നിലയിലേക്ക് പോകുന്ന തന്നെയാണ് നമുക്കറിയാം. എന്തായാലും വലിയ നിലയിലെത്തും, നല്ല നിലയിലെത്തും. ഈ അസുഖം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് ആയിരുന്നു ഇടയ്ക്ക് ഒരു ലൈഫിൽ. അപ്പം അത് മറികടക്കുമെന്ന് എന്തായാലും അറിയാം. അപ്പം കണ്ടാൽ തന്നെ അറിയാം, ഒരു പോസിറ്റീവ് എനർജി കണ്ടാൽ തന്നെ അറിയാം, അത് മുന്നോട്ട് എന്തായാലും വലിയ വലിയ നിലയിലേക്ക് എത്തും. അപ്പം നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ നമ്മൾ എന്തായാലും ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോർ ദ ഫ്യൂച്ചർ.